നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാറും കുടുംബവും കേരളത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ സുപരിചിതരായ കുടുംബമാണ്. യൂട്യൂബ് വ്ലോഗുകളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും വലിയ ആരാധക വൃന്ദത്തെ നേടിയെടുത്തവരാണ് ഇവർ. എന്നാൽ അടുത്ത കാലത്തായി നിരവധി വിവാദങ്ങളും കടുത്ത സൈബർ ആക്രമണങ്ങളുമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും വലിയൊരു അടിയായിരുന്നു തിരിച്ചു കിട്ടിയത്. അതിനിടെയാണ് തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നത് കുടുംബാംഗങ്ങൾക്ക് എല്ലാം തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അഹാന കൃഷ്ണയുമായിരുന്നു. അമ്മൂമ്മയെ അടിക്കാൻ അഹാന ശ്രമിച്ചുവെന്നും മറ്റ് കുട്ടികളായ സഹോദരിമാർക്കൊപ്പം ചേർന്ന് ബുള്ളി ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളും നടിക്ക് എതിരെയായി ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ ഈ ആരോപണങ്ങളെ എല്ലാം പുതിയ കുറിപ്പിലൂടെ അഹാന മറുപടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ആരോപണങ്ങളെയും ഇല്ലാതാക്കാൻ പാകത്തിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നാണ് അഹാന പറഞ്ഞിരിക്കുന്നത്. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന് ഞാൻ എന്റെ മുത്തശ്ശിയെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ്. അത് പൂർണ്ണമായും അസത്യമാണ്. അവർ പരാമർശിക്കുന്ന സംഭവം എന്റെ മുത്തച്ഛൻ മരിച്ച് 2 മാസത്തിന് ശേഷം ഞങ്ങൾ അവസാനമായി കണ്ടുമുട്ടിയ ദിവസമാണ്. അന്ന് എന്റെ അമ്മയും സഹോദരിമാരും ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും ഞാനും ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നതിനായി അമ്മൂമ്മയെ സന്ദർശിക്കാനായി പോയിരുന്നു. അതിനു മുൻപും ഒരിക്കലും നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ നടന്നതായി അമ്മൂമ്മ പലവട്ടം പറഞ്ഞിട്ടുള്ളതിനാൽ അത്തരം ചില സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു പതിവാക്കി മാറ്റിയിരുന്നു. ആ ദിവസത്തെ കൂടിക്കാഴ്ചയുടെ മുഴുവൻ ദൃശ്യങ്ങളും ഞങ്ങളുടെ കൈവശവുമുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയ നിമിഷം മുതൽ തിരികെ മടങ്ങിയ നിമിഷം വരെ ഉള്ള റെക്കോർഡുകൾ എന്റെ പക്കലുണ്ട്. ആ റെക്കോർഡ് അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി കാണിച്ചു തരുന്ന ഒന്ന് തന്നെയാണ്. ഈ 2 പേരും ചേർന്ന് എനിക്കെതിരെ മറ്റ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവയൊന്നും സത്യമായിരുന്നില്ല. യഥാർത്ഥ സത്യം സന്ദേശങ്ങളിലും ശബ്ദദൃശ്യ റെക്കോർഡുകളിലും സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് തെളിയിക്കേണ്ട ദിവസം ഒരിക്കൽ വരികയാണെങ്കിൽ അത് ഞാൻ ചെയ്യാൻ മടിക്കില്ലെന്നും അഹാന പറയുന്നുണ്ട്. എന്റെ ബന്ധു ഈ സംഭവത്തെ കുറിച്ചൊന്നും പുറത്തുനിന്ന് കണ്ടിരുന്ന ആളായിരുന്നില്ല. ഞങ്ങളോടൊപ്പം തന്നെയാണ് അവർ ഇതെല്ലാം അനുഭവിച്ചിരുന്നത്. അമ്മൂമ്മയുമായുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ അവൾക്കും, അതായത് തന്മയ്ക്കും അസഹനീയമായപ്പോൾ പിന്തുണയ്ക്കാൻ അവർ ഞങ്ങളെ സമീപിക്കുകയായിരുന്നു. ഒരു നിബന്ധനയും ഇല്ലാതെ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുകയുമായിരുന്നു. ആ സ്വകാര്യ സംഭാഷണങ്ങളെല്ലാം പശ്ചാത്തലമാക്കി എന്നിട്ട് മുഴുവൻ യാഥാർത്ഥ്യവും അറിഞ്ഞിരിക്കെ ഭർത്താവ് മരിച്ച ശേഷം ഒരു വയോധികയെ ഉപേക്ഷിച്ച കുടുംബമാണ് ഞങ്ങളെന്ന തരത്തിൽ ലോകത്തിന് മുന്നിൽ ഞങ്ങളെ ചിത്രീകരിക്കുവാൻ അവർ ശ്രമിക്കുകയായിരുന്നു. എനിക്കെതിരെ കെട്ടിച്ചമച്ച ഓരോ വ്യാജ വാർത്തകളും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൊളിച്ചെഴിയാൻ കഴിയുന്ന എണ്ണമറ്റ തെളിവുകൾ എന്റെ പക്കലുണ്ട്. അവയെല്ലാം ഞാൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നാൽ ഇന്ന് പലരും പറയുന്ന പല അഭിപ്രായങ്ങളും അതേ വേഗത്തിൽ മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കുറച്ച് മാസങ്ങൾ മുൻപ് എന്റെ അമ്മൂമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഞാൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നു. ഒരു കൊച്ചുമകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള കാര്യങ്ങൾ അവർക്കായി ഞാൻ ചെയ്തും കൊടുത്തിരുന്നു. ഇനി മുതൽ എന്റെ അമ്മൂമ്മയെ പരിചരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതോടെ ആ അധ്യായം പൂർണ്ണമായും എന്നേക്കുമായി അവസാനിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എന്നെക്കുറിച്ചുള്ള ഓരോ പുതിയ വിവാദങ്ങളും ഏതാണ്ട് എല്ലാ ദിവസവും ഇന്റർനെറ്റ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണെന്ന് ഞാൻ കണ്ടെത്തിയിരുന്നു. അവയിൽ ചിലത് എത്രയേറെ പരിഹാസമാണെന്നും അവയ്ക്ക് മറുപടി നൽകുന്നത് പോലും അവയ്ക്ക് അർഹിക്കാത്ത പ്രാധാന്യം നൽകുന്നതിന് തുല്യമാണെന്നും അഹാന പറയുന്നുണ്ട്. മറ്റു ചിലത് ഞാനും എന്റെ സഹോദരിമാരും സ്കൂളിലും കോളേജിലും മറ്റുള്ളവരെ പീഡിപ്പിച്ചു എന്ന തരത്തിൽ വീണ്ടും പ്രചരിക്കുന്ന കഥകൾ പോലുള്ളവ ഒരു പൂർണ്ണമായ കെട്ടുകഥയെ എത്ര ആത്മവിശ്വാസത്തോടെ സത്യമായി അവതരിപ്പിക്കാൻ ആകുമെന്ന് കാണിക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ്. സത്യമറിയുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഞാൻ തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലും പിന്നീട് ചെന്നൈയിലെ MOP വൈഷ്ണവ് കോളേജിലുമാണ് പഠിച്ചത്. ആ സ്ഥാപനങ്ങളിൽ പോവുക, എന്നെ ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളോട് സംസാരിക്കുക, സ്വന്തമായി അന്വേഷിക്കുക, വസ്തുതകൾ പരിശോധിക്കുക. കേൾക്കാൻ കൗതുകകരമാണെന്ന കാരണത്താൽ മാത്രം പ്രചരിക്കുന്ന കഥകൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് സത്യം സ്വയം കണ്ടെത്തുവാൻ ശ്രമിക്കൂ എന്നുമായിരുന്നു അഹാന പറഞ്ഞത്. സൈബർ ബുള്ളിങ്ങിന് എതിരെ എപ്പോഴും പ്രതികരിക്കാറുള്ളവരാണ് അഹാന കൃഷ്ണയും കുടുംബവുമെല്ലാം. എന്നാൽ നീയും മിഷാനിയും കോളേജിൽ പഠിക്കുന്ന കാലത്ത് മറ്റ് വിദ്യാർത്ഥികളെ ബോഡി ഷേമിങ്ങും ബുള്ളിയിങ്ങും ദയാദാക്ഷിണ്യമില്ലാതെ ചെയ്തവരാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കേൾക്കുന്നത്.
കോളേജ് ബസ്സിലെ സീറ്റിനെ ചൊല്ലി തന്നെ ദിയ ഒരുപാട് അപമാനിച്ചതായും താരപുത്രിയോടൊപ്പം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി പുറത്തു വന്ന വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. ഡാനി സത്യൻ എന്ന യൂട്യൂബറുടെ ചാനലിലൂടെയാണ് വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. കോളേജ് അധികൃതരോട് പരാതിപ്പെട്ടതിനെ തുടർന്ന് മുഖത്തു നോക്കി ദിയയുടെ സഹോദരി അഹാന കൃഷ്ണ തെറി വിളിച്ചെന്നും പെൺകുട്ടി പറയുന്നുണ്ട്. വോയിസ് ക്ലിപ്പിൽ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയായിരുന്നു: എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിന്നെയൊക്കെ ആദ്യമേ പിടിച്ച് റാഗ് ചെയ്യാത്തത് കൊണ്ടാണ് സീനിയേഴ്സിനോട് നിനക്കൊന്നും ബഹുമാനമില്ലാത്തത് എന്നായിരുന്നു. നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു സ്റ്റാൻഡേർഡ് എങ്കിലും വേണം, അല്ലെങ്കിൽ മിനിമം ലുക്ക് എങ്കിലും വേണം. അതുപോലും ഇല്ലാത്തത് കൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാത്തത്. കണ്ടാലേ അറിയാം വെറും പഴമാണെന്ന്, കിഴങ്ങി ലുക്കാണ് ഇവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ വീട്ടുകാരും ഇങ്ങനെയായിരിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്തിനാണ് എൻ്റെ വീട്ടുകാരെ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടുകാരെ അടക്കം അന്ന് തെറി പറഞ്ഞത്. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അത്രയും പിള്ളേരുടെ മുന്നിൽ വെച്ചാണ് എന്നെ ഇത്തരത്തിൽ അപമാനിച്ചത്. കോളേജിലേക്ക് ബസ് എത്തുന്നത് വരെ പലതും ഇതുപോലെ തന്നെ എന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒന്നും തന്നെ റിയാക്ട് ചെയ്യാൻ പോയില്ല. എന്നെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കോളേജ് എത്തുന്നത് വരെ. കോളേജിൽ ചെന്ന ശേഷം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പലിന്റെ അടുത്തും പരാതിപ്പെട്ടു. പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞപ്പോൾ ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിലുള്ളവരെ വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാം കൂടിയാണ് വന്നത്. കോളേജിൽ വന്ന അഹാന പ്രായമായ വൈസ് പ്രിൻസിപ്പലിനോട് തട്ടിക്കയറുകയായിരുന്നു. സാറിനെ ചീത്ത പറയുകയും മര്യാദയില്ലാതെ പെരുമാറുകയും ചെയ്തു. ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ച് എന്ന് വിളിച്ചിട്ടാണ് അഹാന ഇറങ്ങിപ്പോയത്. സൈബർ ബുള്ളിങ് തെറ്റാണെന്ന് പറഞ്ഞ് വീഡിയോയും പോസ്റ്റും ഇടുന്ന അഹാനയ്ക്ക് ഒരാളെ നേരിട്ട് അപമാനിക്കുന്നതും തെറി വിളിക്കുന്നതും അവരുടെ വീട്ടുകാരെ പറയുന്നതുമൊക്കെ തെറ്റാണെന്ന് അറിയില്ലേ? ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി കോളേജ് എത്തുന്നതുവരെ ദിയ എന്നെ പലതും പറഞ്ഞ് അപമാനിക്കുകയായിരുന്നു. എൻ്റെ ഫോട്ടോ എൻ്റെ അനുവാദമില്ലാതെ എടുക്കുവാൻ വരെ അവർ തുടങ്ങി. അവരുടെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടണം, എന്തോ വലിയ ആളാണെന്നാണ് അവളുടെ വിചാരം എന്നൊക്കെയാണ് ദിയ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം സ്വന്തം സഹോദരിമാരെയാണ് അഹാന മര്യാദ പഠിപ്പിക്കേണ്ടത്. ഒപ്പം സ്വയവും അല്പം മര്യാദ പഠിക്കണം എന്നുമായിരുന്നു പെൺകുട്ടി പറയുന്നത്. പെൺകുട്ടി പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ വോയിസ് ക്ലിപ്പിന് താഴെ ദിയയുടെ ജൂനിയറായി പഠിച്ചവരിൽ പലരും പെൺകുട്ടി പറയുന്നത് സത്യമാണെന്ന് കുറിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരുന്നു. ദിയയും ഇഷാനിയും എല്ലാം തിരുവനന്തപുരത്ത് ഉപരിപഠനം നടത്തിയത്. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ദിയ കണ്ടന്റ് ക്രിയേഷനിലേക്കും ബിസിനസ്സിലേക്കും ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഇഷാനിയും ഇപ്പോൾ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്ററായി മാറിയിരിക്കുകയാണ്. അഹാന ഉപരിപഠനം നടത്തിയത് ചെന്നൈയിലാണ്. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം എന്ന് ഞങ്ങൾ ആരും പറഞ്ഞ ഡയലോഗ് അല്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ പ്രതികരിച്ച് സംസാരിക്കവേ സിന്ധു കൃഷ്ണ പറഞ്ഞത്. ഇപ്പോൾ വലിയൊരു ഡിസ്കഷൻ നടക്കുന്നത് എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലയോ എന്ന കാര്യത്തിലാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വേഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും നിങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചുറ്റുമുള്ളവർക്കും വേണ്ടി പലതും ചെയ്യുന്നത് വർഷങ്ങളായി പലരും കണ്ട് അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഉണ്ടാക്കിയ മോട്ടോ ഒന്നുമല്ല. മറ്റ് വീടുകളിൽ അമ്മു വേണോ വേണ്ടയോ എന്നത് ആളുകൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം എന്നായിരുന്നു സിന്ധുവിൻ്റെ വാക്കുകൾ. എന്നാൽ സിന്ധുവിനെ എല്ലാ പ്രേക്ഷകരുടെയും തലയിൽ വെച്ച് കൈ കഴുകുവാൻ ആവില്ല എന്നതും തുടക്കം തന്നെ സിന്ധുവിൽ നിന്നാണ് പറയുന്നത് എന്നുമാണ് റെഡിറ്റ് യൂസേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം എന്ന ഡയലോഗിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നതിന്റെ തെളിവും റെഡിറ്റ് യൂസേഴ്സ് ഇപ്പോൾ സിന്ധുവിനായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കവെയാണ് എല്ലാവരുടെയും വീട്ടിൽ അമ്മു വേണം എന്ന ഡയലോഗ് ആദ്യമായി സിന്ധു പറഞ്ഞത്. അമ്മ മകൾ എന്നതിലുപരിയായി അഹാനയും സിന്ധുവും തമ്മിൽ അതിനേക്കാൾ വലിയൊരു ആത്മബന്ധവും സൗഹൃദവുമുണ്ട്. തന്റെ എല്ലാ കണ്ട് അറിഞ്ഞ് ചെയ്യുന്നത് അഹാനയാണെന്നും സിന്ധു പലതവണയായി പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്.